ഒരിക്കൽ 10 കർഷകർ ഒരുമിച്ച് ഒരു യാത്ര പോവുകയായിരുന്നു. പെട്ടെന്നാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു കനത്ത ഇടിമിന്നൽ വന്നത്. ഭയന്നു പോയ അവർ പകുതി തകർന്ന ഒരു ക്ഷേത്രത്തിൽ അഭയം തേടി. എന്നാൽ ഇടിയും മിന്നലും തുടർന്നുകൊണ്ടേയിരുന്നു. അതോടൊപ്പം കനത്ത കാറ്റും. മിന്നൽ ക്ഷേത്രത്തിന് ചുറ്റും തുടർച്ചയായി വൃത്താകൃതിയിൽ ഇങ്ങനെ ഉണ്ടാവുകയാണ്. കർഷകർ ഒത്തിരി പേടിച്ചുപോയി. കാരണം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണല്ലോ. അപ്പോൾ അവർ കരുതി തങ്ങളുടെ ഇടയിൽ ഒരു പാപിയായ വ്യക്തി ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും ഈ മിന്നൽ ഞങ്ങൾക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങുന്നത്. ആ പാപിയെ ശിക്ഷിക്കാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നത്. അവർ പരസ്പരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ പാപി ആരാണെന്ന് കണ്ടെത്തണമല്ലോ. അതിനായിട്ട് അവരൊരു മാർഗം കണ്ടെത്തി. അവരുടെ വൈക്കോൽ തൊപ്പികൾ വാതിലിന് മുന്നിൽ തൂക്കിയിടാൻ അവർ തീരുമാനിച്ചു. തൊപ്പി പറന്നുപോയയാളാണ് പാപി. അയാള് തന്റെ വിധിക്ക് കീഴടങ്ങണം. അതോടെ മറ്റുള്ളവർ രക്ഷപ്പെടുമല്ലോ. അപ്രകാരം അവർ തൊപ്പികൾ പുറത്തു വെച്ചു. ഉടൻ തന്നെ അതിലൊരു തൊപ്പി കാറ്റിൽ പറന്നുപോയി. അതോടെ മറ്റുള്ളവർ അതിന്റെ നിർഭാഗ്യവാനായ ഉടമയെ യാതൊരു ദയയും കൂടാതെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ടു. അത്ഭുതകരമെന്ന് പറയട്ടെ, അയാൾ ക്ഷേത്രത്തിൽ